ആണ് ഞങ്ങളുടെ നാട്. ഒരുപാട് പാടങ്ങളും കാര്യങ്ങളും. പണ്ട് ഞങ്ങൾ ഇതിലാണ് സ്കൂളിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് നമ്മളെ അമ്മായിൻ്റെ ഒക്കെ സിയാബ്. അപ്പോൾ ഓന് വന്നപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഓനക്ക് ആ പഴയ മെമ്മറി കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ്ടി വന്നതാണ്. സിയാ, ഇത് കൃഷി നടത്തിയ സ്ഥലമാണ് പണ്ടില്ലേ ഈ ഭാഗത്തേക്ക് കൃഷിയും കാര്യങ്ങളും നടത്തിയല്ലേ. ആ പാടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ആരോ പൂളൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴികൾ കാര്യങ്ങൾ ആ പഴയ കാലത്തെ നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഓനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിവിടെ വന്നിട്ടുള്ളത്. ഓനെ കുറേ ഇവിടെ വള്ളം നനച്ചതും കൃഷി ചെയ്തതാണ്. ഓൻ്റെ മെമ്മറികൾ വീണ്ടും അയവിറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര. ഇത് ഇവിടെ പണിയെടുക്കുമ്പോഴേ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞുടിച്ചാണ്ടി ഇവിടെ ഇവിടെ ഇരുന്നിട്ടാണ് കഞ്ഞുടിച്ചല്ലേ. ഇതാണ് ആ മോട്ടറും വര. ഇതാണ് അന്നത്തെ കിണറ്. ഇപ്പം തവളുണ്ട്, പാമ്പല്ല തവളയാണ്. ചേരവിടെ പാമ്പോ? ആ അതെ അതെ അതെ. അതിൻ്റെ ഇടയിൽ പാമ്പ്. ഇത് ചേരണ്ട്, ചേരയാണ്. അത് വലിയ ചേരയാണ്. ആ പോണു ചേര ഉണ്ടല്ലേ. ആ ഒത്തുക്ക് ചേര പോയി. അടിപൊളി തോടുണ്ട്. അപ്പോൾ ആ ഒരു കൈതോലകളുണ്ടല്ലോ അവിടെ. അന്ന് ഇവിടെ എന്തൊക്കെയാണ് നടത്തിയത്? പണി എന്തൊക്കെയാണോ? വാഴയും വാഴ ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെയൊക്കെ വാഴയും പൂളിയല്ലേ അതിൽ. പിന്നെ ഇവിടെ ചെറിയ തോടുണ്ട്. അടിപൊളിയാ തോടുണ്ട്. തോട് കാണാൻ പോലെ ആ പാമ്പെടുക്കാൻ വെക്കണറിയില്ല. ശരി, എന്തായാലും അതിനുള്ളിലുണ്ട്. വെള്ളം കുറയണോ? എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. ഇവിടെ കെട്ടിയിരുന്നു ഇങ്ങനെ. ഇവിടെ കെട്ടൂല്ലേ? വെള്ളം കെട്ടി നിർത്തും. ആ പണ്ടത്തെ ചാക്ക് ഇവിടെ ഇപ്പോഴുണ്ട്. ആ ചാക്കാണ് ഈ കാണുന്നത്. കെട്ടി ഇവിടെ വെള്ളം നിൽക്കും. പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവിടെ ഒരു കുളി ഉണ്ടല്ലേ. കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റാഹത്തിലെ കുളിയേക്കാരാ കുളി. ഇതാണ് കൈതോല അല്ലേ? കൈത. ഇതാണ് അന്നത്തെ കിണർ തന്നെയാണ്. അത് പടവൊന്നുമില്ല. ഒന്നും പടവില്ല, ഒന്നും പടവില്ല അല്ലേ. മോട്ടറുണ്ട്, കണക്ഷനൊക്കെ ഉണ്ട്. ഏത് ഈ കാണാതല്ലേ? ഇതൊന്നും ഉണ്ട് ഇവിടെ. പണ്ടത്തെ ചതൽപ്പുറ്റ. പക്ഷെ ഇപ്പോൾ എപ്പോഴും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ചതൽപ്പുറ്റാണത്. എന്താണ് എനിക്കിതൊക്കെ കാണുമ്പോഴേ, ഇപ്പോഴത്തെ ഈ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? കുറേ സ്ഥലം കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടായത്. പണ്ട് നെൽപ്പാടയുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതിലൊക്കെ മറ്റേ അതപ്പുറത്തുണ്ട്, അതുണ്ട്. ഇത് നമ്മൾ ആക്കുമ്പോഴത്തെ ബാക്ക്. ഇവിടെ എനിക്ക് ഓർമ്മ എന്താ അറിയോ? പണ്ട് ഇവിടെ കൃഷിയുള്ള സമയത്തേ നമ്മൾ ഇതിൽ പോകുമ്പോൾ നിങ്ങൾ മറ്റേ വെള്ളരി ഉണ്ടല്ലോ, വെള്ളരിൻ്റെ പുകൽ കണ്ടമാനം അർത്ഥമുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഈ ഭാഗത്ത് മതിയല്ലേ? അതൊക്കെ ഇപ്പോൾ മറ്റേ തെങ്ങ് വലുതായി. തെങ്ങ് വെച്ചോടെ. ഇതിലങ്ങനെ വലിയൊരു വരമ്പുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നടക്കുന്ന കേട്ടോ പാടത്തു കൂടി. പാടം ഇൻസ്റ്റാൾ ചെയ്യണേ. അതാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ്. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ നാടും പഴയ നമ്മളെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഒക്കെ എന്താ പറയുക, പുല്ല് മുളച്ച് കിടക്കുകയാണ്. അതായത് ഇന്ന് കൃഷിക്കാരെ ക്ഷാമമാണ്. കൃഷിയിൽ ആളുകൾക്ക് ലാഭമല്ലായിട്ടും പന്നിശല്യവും വർദ്ധിച്ചതോടുകൂടി എന്തായി, കൃഷി കാര്യങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കി. അതൊരു കാരണമാണ് ശരിക്കും.